ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അരി വറുത്ത് പൊടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് അരി ഇട്ടിട്ടുണ്ട്. ഒരു ലോങ് പനിക്കൊക്കെ ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ഇത്രയും ദിവസം നമ്മുടെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പനിയായിരുന്നു, ജലദോഷമായിരുന്നു, അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ സെറ്റാക്കിയതാണ് കേട്ടോ ഇത്. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടൊന്നും മാറിയിട്ടില്ല, പക്ഷേ എന്നാലും നമ്മളൊക്കെ അങ്ങ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ നമ്മുടെ അരി ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയൊന്നും പോരാ കേട്ടോ, കുറച്ചും കൂടെ നന്നായിട്ട് റോസ്റ്റ് ആവണം. നല്ല ഗോൾഡൻ കളറാണ്, ഗോൾഡൻ ബ്രൗൺ കളർ എന്നൊക്കെ പറയാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഏലക്കയും ജീരകവും ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതാട്ടോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് പൊടിച്ചെടുക്കാവേ. ഇതാ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചധികം പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. അതിന് ശേഷം ലാസ്റ്റ് ട്രിപ്പിനകത്തോട്ട് നമ്മൾ നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ അതും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് കട്ടൻ ചായേൻ്റെ കൂടെ കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം നമ്മളിത് നല്ല അടിപൊളി കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് നമ്മൾ സാധാ കട്ടൻ ചായ ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ അവലോസ് പൊടിയും സെറ്റ്. പൊളിയാണ് ഗൈസ്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു.